വിവാദ ടെലിഫോൺ സന്ദേശത്തിൽ വിശദീകരണവുമായി DCC പ്രസിഡന്റ് പാലോട് രവി ഒരു പ്രവർത്തകന് നൽകിയ ഉപദേശമാണ് പുറത്തുവന്നത്. വളരെ സദുദ്ദേശപരമായാണ് സംസാരിച്ചതെന്നും പാലോട് രവി. LDF അനുകൂല പരാമർശം നടത്തിയ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം വിവാദമായിരുന്നു. ഞാൻ പുത്തരിക്കണ്ടം മൈതാനത്ത് വന്ന് പ്രസംഗിച്ചതല്ല, ഞാനൊരു പ്രവർത്തകനോട് പറഞ്ഞതാണിത്. പുത്തരിക്കണ്ടം മൈതാനത്തോട് വന്ന് ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ അത് ഇടിച്ചു താഴ്ത്തലാവും. നീ ശ്രദ്ധിക്കണം, നിന്റെ വാർഡ് തിരിച്ചു പിടിക്കണം, അവിടെയുള്ള ഭിന്നതകൾ തീർക്കാൻ നീ നേതൃത്വം കൊടുക്കണം. ഞാനൊരു പഞ്ചായത്തിലെ പ്രവർത്തകനോടാണ് സംസാരിച്ചത്. സാധാരണയായിട്ട് അവിടുത്തെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അത് തീർക്കാൻ ശ്രമിക്കാതെ വീണ്ടും ഇട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ പ്രദേശത്തെ പാർട്ടിയെ വികൃതമാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഞാനത് പറഞ്ഞേ തീരൂ. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പരാമർശമാണ്, എന്താണെങ്കിലും സദുദ്ദേശപരമായി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും പാലോട് രവി നടത്തിയത്. ഈ കാര്യങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വിശദീകരണം വരുന്ന സമയത്തും പാർട്ടി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇദ്ദേഹത്തിന് ഇതിൽ ഇനി വരും ദിവസങ്ങളിൽ വലിയ പ്രതികരണങ്ങളൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടോ? പുനഃസംഘടന അടക്കം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണല്ലോ ഇത്തരമൊരു പരാമർശം പുറത്തേക്കെത്തുന്നത്. സംഗീത, അങ്ങനെ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പാർട്ടിയെ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് രൂപപ്പെടുത്തി വരുന്നതിനിടയ്ക്കാണ് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ടെലിഫോൺ സന്ദേശം അത് പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും അദ്ദേഹം കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തരത്തിലായിരുന്നു ആ സംഭാഷണം ഈ ആരോടാണോ ഈ പാലോട് രവി സംസാരിച്ചത് അദ്ദേഹം തന്നെ പുറത്തുവിടുകയായിരുന്നു. അത് വളരെ ചർച്ചയാകുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ പാലോട് രവി തന്നെ വിശദീകരണവുമായി വന്നിരിക്കുന്നത്. വളരെ സദുദ്ദേശപരമായിട്ടാണ് ആ പ്രവർത്തകനോട് സംസാരിച്ചത്. താഴെത്തട്ടിൽ ചില ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നിരന്തരം ചേരുന്ന കമ്മിറ്റികളിൽ, അത് ബ്ലോക്ക് കമ്മിറ്റികളാകട്ടെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികളാകട്ടെ, ഈ കമ്മിറ്റികളിലൊക്കെ സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ സംസാരിക്കുന്നത് പോലെ ഒരു പ്രവർത്തകന് നൽകിയ ഉപദേശം എന്ന നിലയ്ക്കാണ് താൻ ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഇത്തരത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂട്ടായ പ്രവർത്തനം വേണം, അല്ലെങ്കിൽ അത് സംഘടനാപരമായി തന്നെ വലിയ തരത്തിൽ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. പ്രധാനമായും BJP അടക്കം വലിയ മുന്നേറ്റം തിരുവനന്തപുരം നഗരസഭയിലടക്കം നേരത്തെ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി സദുദ്ദേശപരമായി നൽകിയ ഒരു ഉപദേശമാണ് ഇത്തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അതിനെ പുറത്തുവിടുകയും ചെയ്തത്. എന്തായാലും ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ട നടപടി തെറ്റാണ്, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നതാണ് പാലോട് രവി വ്യക്തമാക്കുന്നത്. അതിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊരു ഫോൺ സംഭാഷണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നുമാണ്. എന്തായാലും KPCC പ്രസിഡന്റിനോട് DCC പ്രസിഡന്റ് പാലോട് രവി തന്നെ സംസാരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം എന്താണ് സംഭവിച്ചത് എന്നത് പ്രധാനമായും KPCC അറിയിക്കും. KPCC പ്രസിഡന്റിനോട് കൃത്യമായി തന്നെ ഈ കാര്യം ബോധ്യപ്പെടുത്തുമെന്നും പാലോട് രവി പറയുന്നു. അപ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ശബ്ദ സന്ദേശം തന്നെയാണ് വന്നത്. അത് വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുമുണ്ട്. പ്രധാനമായും കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും. കുറച്ച് കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകും. LDF വീണ്ടും അധികാരത്തിൽ തുടർന്നു വരും. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന ഒരു ശബ്ദ സന്ദേശം തന്നെയാണ് വന്നത്. ഒരു പ്രവർത്തകന് നൽകുന്ന ഉപദേശം ആണെങ്കിൽ പോലും അത് കോൺഗ്രസിനുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സ്വാഭാവികമായും പാലോട് രവിയോടടക്കം KPCC വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഇതുവരെ അത്തരത്തിലൊരു വിശദീകരണം ചോദിക്കുന്ന നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. എന്തായാലും സദുദ്ദേശപരമാണ് തൻ്റെ ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പാലോട് രവി വ്യക്തമാക്കുന്നത്.